അവരാതുവാ പുള്ളി എന്നെ കാണിക്കുന്നത് ദൈവത്തിന് അറിയാം എന്നെ കാണിക്കുന്നത് ഇമോഷൻ സീൻ ഒന്നും കണക്ട് ആയിട്ടേ ഇല്ല. ഒട്ടും ഇഷ്ടായി. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട് പടം? കണ്ടിരിക്കാൻ ജസ്റ്റ് അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് ഈ കൊടുത്ത ഹൈപ്പ് ഒക്കെ ഉണ്ടോ? നല്ല ഓപ്പിനുണ്ട്. എങ്ങനെയുണ്ട് ബ്രോ? പടം എങ്ങനെയുണ്ട് ബ്രോ? ബ്രോ എങ്ങനെയുണ്ട് മൂവി? കാട്ടവരാതം എങ്ങനെയുണ്ട് ഇടുപടം എല്ലാരും കാണും, ഞങ്ങൾ മാത്രം അനുഭവിച്ചാ പോരാ. ബ്രോ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ബ്രോ? കുറെ സീൻസ് ഒക്കെ അടിപൊളി, ഫസ്റ്റ് പാർട്ട് കുറെ സീൻസ് ഒക്കെ അടിപൊളിയാ. ഇത് മൊത്തം അലമ്പ, ഒരു ഹൈ മൊമെന്റ്സ് ഒന്നുമില്ല, വലിയ രസമില്ല പടം കാണാൻ. അവരാതുവാ ഹൈപ്പ് ഒന്നുമില്ല. അവരാതുവാ പറയുമ്പോ ഫസ്റ്റ് പാർട്ട് നല്ല ചില സീൻസ് ഒക്കെ ഫുള്ളായിട്ട് കുഴപ്പമില്ലെങ്കിലും ചില സീൻസ് ഒക്കെ നല്ല അടിപൊളിയാ. ഇതിൽ അങ്ങനത്തെ ഒരു സീൻസ് ഇല്ല. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? അവരാതം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ആവറേജ്. എങ്ങനെയുണ്ട് പടം? കൊള്ളത്തില്ല, ഇഷ്ടപ്പെട്ടില്ല. മൂന്നരക്ക് എഴുന്നേറ്റ് വന്നാ കൊള്ളത്തില്ല എന്നൊരു കൊള്ളത്തില്ല. ഫഹദ് ഫാസിൽ അടിപൊളിയാണ്, അല്ലു അർജുൻ കൊള്ളത്തില്ല. പുള്ളി എന്നെ കാണിക്കുന്നത് ദൈവത്തിന് അറിയാം എന്നെ കാണിക്കുന്നത് ഇമോഷൻ സീൻ ഒന്നും കണക്ട് ആയിട്ടേ ഇല്ല. സത്യമായിട്ടും കൊള്ളത്തില്ല. 3:30 എഴുന്നേറ്റ് വന്നാ 3.5 മണിക്കൂർ വെറുതെ പോയി. തെലുങ്ക് സീരിയല് എങ്ങനെയുണ്ട് ബ്രോ? ബ്രോ എങ്ങനെയുണ്ട് ബ്രോ? പടം എങ്ങനെയുണ്ട്? ഓടത്തില്ല, വെറുതെയാ. പുഷ്പ 3 ഇപ്പൊ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ. റാംപേജ് എന്ന് പറഞ്ഞ എളുപ്പമുണ്ട്, അതിപ്പോ ആൾക്കാർ ഭയങ്കര കൂവിയൊക്കെ ഇറങ്ങിയിരുന്നു. ആ റാംപേജ് അവിടെ തീർന്നു. നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? ആവറേജ് ആണോ അതോ നല്ലോണാണോ? പ്രേക്ഷകരുടെ പ്രതീക്ഷക്കൊത്ത് വന്നിട്ടുണ്ടോ? അത്യാവശ്യം പെർഫോമൻസ് നന്നായിട്ടുണ്ട്, പക്ഷെ ഇന്ത്യയിൽ നമ്മൾ പ്രതീക്ഷിച്ചത്ര വന്നില്ല. ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടുവോ? ഇതിനൊക്കെ ഉണ്ട്, ആഘോഷിക്കാനുള്ളതൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടില്ല. 3.5 മണിക്കൂർ വേസ്റ്റ് ആണല്ലേ? അല്ലു അർജുൻ കൊടുത്ത പ്രൊമോഷന് വേണ്ടി കൊടുത്ത ഹൈപ്പ് ഒന്നും പ്രൊമോഷനല്ല. നമ്മളൊരു പുഷ്പ ഫസ്റ്റ് പാർട്ട് കണ്ട് ആ പ്രതീക്ഷയിൽ തന്നെ പ്രേക്ഷകർ നിരാശപ്പെടുത്തും. 3.5 മണിക്കൂർ ലെങ്ത് ഉണ്ട്, അത് എന്തിനു വേണ്ടിയാന്ന് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ കുറെ സ്പോയിലർ ആയി പോകും പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ആവറേജ് പോകണം. ഫഹദ് ഫാസിൽ ഉണ്ടെന്നുള്ളൂ. നമുക്ക് ഫസ്റ്റ് പാർട്ടിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു സാധനം കിട്ടിയിട്ടില്ല പകുതിയിൽ നിന്നും.